നമസ്കാരം. വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. പഞ്ചാമൃതം വിരൂപാക്ഷി എന്ന വാഴപ്പഴത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിലെ പളനിയിൽ ശ്രീ മുരുക ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യമാണ് പഞ്ചാമൃതം. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പോലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ പ്രസാദം വിരൂപാക്ഷി പഴത്തിൻ്റെ കൂടെ നെയ്യ്, ശർക്കര, തേന്, പേരത്തമ്പഴം എന്നിവ കൂടി ചേർത്താണ് ഉണ്ടാക്കുന്നത്. പളനി മലകളിൽ വളരുന്ന വിരൂപാക്ഷി പഴത്തിന് ഒരുപാട് കാലം കേടാകാതെ ഇരിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് പളനിയിലെ പഞ്ചാമൃതം പ്രസിദ്ധമായത്. അത് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള വേലിപ്പടറ്റി, ചാരപ്പടറ്റി, ഏത്തപ്പടറ്റി, നെയ്ച്ചിങ്ങൻ, തോട്ടുചിങ്ങൻ, ആറ്റുചിങ്ങൻ, കുതിരവാലൻ ചിങ്ങൻ, ആറ്റുകദളി, കൂടാതെ കർപ്പൂരവള്ളി എന്ന് വിളിക്കുന്ന മലയണ്ണാൻ, പിന്നെ കന്യാകുമാരി ജില്ലയുടെ പ്രസിദ്ധമായ മട്ടിപ്പഴം എന്നിവയിലും പഞ്ചാമൃതം ഉണ്ടാക്കാവുന്നതാണ്. കൂടാതെ പഞ്ചാമൃതത്തിന് മണം കിട്ടാൻ വേണ്ടി ഏലക്ക പൊടിച്ചതും ശകലം കൂടെ രുചി കൂടുതൽ കിട്ടാൻ വേണ്ടി കർക്കണ്ട് പൊടിച്ചതോ അല്ലെങ്കിൽ ഷുഗർ ഗ്രാന്യൂൾസോ ചേർക്കാറുണ്ട്. പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. തൊലി കളഞ്ഞ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി കൈകൊണ്ടോ തവി കൊണ്ടോ നല്ലവണ്ണം കുഴയ്ക്കുന്നു. കുഴമ്പ് രൂപത്തിലാകിയ പഴത്തിൽ ശർക്കര പാനിയാക്കി വെച്ചതോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ ചേർത്ത് വീണ്ടും ഇളക്കുന്നു. അതിൽ പേരത്തമ്പഴം എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം എന്നും പറയും, ഇംഗ്ലീഷിൽ ഡേറ്റ്സ് എന്നും പറയും. അത് നുരുനുര അരിഞ്ഞത് ചേർക്കുന്നു. കൂടെ നെയ്യ്, തേന് എന്നിവ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നു. കൂടാതെ ആവശ്യമുള്ളവർക്ക് ഏലക്കാപ്പൊടിയും ഷുഗറിൻ്റെ ഗ്രാന്യൂൾസോ അല്ലെങ്കിൽ കർക്കണ്ടിൻ്റെ പൊടിയോ ചേർത്ത് നല്ലവണ്ണം ഇളക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇത് കുറച്ചു കാലം കേടുകൂടാതെ ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ വിഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.